ഹലോ. ഇന്ന് ആമിക്കുട്ടിയായിട്ടാണ് ഇൻട്രോ പറഞ്ഞത്. ഞങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ആമിക്കുട്ടിയുടെ ഇൻട്രോ പറച്ചിൽ. ഇന്ന് കുന്നംകുളം അടുപ്പുട്ടി പള്ളിപ്പെരുന്നാളായിരുന്നു കേട്ടോ. പക്ഷേ രാവിലെ ഒന്നും പോകാൻ പറ്റിയില്ല. അപ്പം നൈറ്റ് വെറുതെ പന്തൽ കാണാം, പിന്നെന്താ പള്ളി ലൈറ്റ് ഇട്ടതൊക്കെ കാണാൻ വിചാരിച്ചിട്ട് പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങിയതാ. പക്ഷെ പോണ വഴിയിലൊന്നും ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല, എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ പള്ളിയുടെ അവിടെ ചെന്നാലും ലൈറ്റുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ പള്ളിയുടെ അവിടെ എത്തിയപ്പോൾ ലൈറ്റുകളും കടകളും പന്തലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം പന്തലും ലൈറ്റൊക്കെ കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചിട്ടുള്ള പോക്കാണ്. പന്തലൊരു രക്ഷ ഉണ്ടായിരുന്നില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു പന്തൽ കാണാട്ടാ. കുറേ ടൈപ്പ് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു, അല്ലാണ്ട് ഒന്ന് രണ്ടെണ്ണം ഒന്നല്ല കേട്ടാ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതൊക്കെ പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ വീഡിയോയിൽ എടുത്തതാണ്. ഒന്നും മേടിച്ച് കഴിച്ചൊന്നുമില്ല. പക്ഷെ കണ്ടപ്പോൾ വായിൽ വെള്ളം വരും, പക്ഷെ ഒന്നും മേടിച്ച് കഴിച്ചൊന്നുമില്ല. പള്ളിയുടെ സൈഡിലത്തെ ആ പറമ്പിൽ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു, കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു. ഐസ്ക്രീം, പിന്നെ ഫുഡിൻ്റെ കുറേ ഐറ്റംസ്, അങ്ങനെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പള്ളി പെരുന്നാളൊക്കെ കഴിഞ്ഞ് നൈറ്റായില്ല, അതായിരിക്കും തോന്നുന്നു. അത് കാരണം ഞങ്ങൾക്ക് സുഖമായിട്ട് നടന്ന് കാണാനൊക്കെ പറ്റിയല്ല അതും. ഇതാട്ടോ പള്ളി. ഈ നൈറ്റ് ലൈറ്റ് ഇട്ടിട്ടാവുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പള്ളി കാണാൻ. കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു, പിന്നെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ തൊഴുകയൊക്കെ ചെയ്തു വിട്ടായി. അവിടുത്തെ വീഡിയോസൊന്നും എടുത്തില്ല, എടുക്കാൻ പറ്റുമോ എടുക്കാൻ പറ്റില്ല എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ പുറത്തുനിന്ന് പള്ളിയുടെ ഒരു വ്യൂ എടുത്തു. പിന്നെ ഉള്ളിൽ കയറിയിട്ട് ആമീനൊക്കെ ആയിട്ട് കയറി കുറച്ച് നേരം തൊഴുതു. തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. ഈ ലൈറ്റ് കാണണം പന്തൽ കാണണമെന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെ ഇറങ്ങിയത്. അപ്പോൾ അതൊക്കെ കണ്ടു നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാട്ടോ. അപ്പോൾ പോകുമ്പോൾ ഒരു 2-3 ചില്ലി ഹോബിയൊക്കെ മേടിച്ചു, പിള്ളേരൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി.